കാസർഗോഡ് അങ്കണൂരിലെ ആകാശവാണി FM സ്റ്റേഷൻ നിശബ്ദമാകുമോ എന്നാണ് ആശങ്ക. ഇവിടെ ഉണ്ടായിരുന്ന ഒരേയൊരു സ്ഥിരം ഉദ്യോഗസ്ഥൻ വിരമിച്ച ഒഴിവിൽ സാങ്കേതിക പരിചയമുള്ള ആരെയും നിയമിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിരമിച്ചത്. പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ സുശീല, എവിടെ നിന്നാണ് വിളിക്കുന്നത്? സുശീല, കോട്ടയം ജില്ലയിൽ മെയിൻഡോർ. റേഡിയോ എന്നത് ഒരു തലമുറയുടെ ഓർമ്മകൾ കൂടിയാണ്. പഴയ തലമുറയിൽ വിജ്ഞാനവും വിനോദവും ഒരുപോലെ എത്തിച്ച പ്രധാന മേഖല. തൊഴിലിടത്തിലും കൃഷിയിടത്തിലും എല്ലാം ലോകത്തെപ്പറ്റി മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്നത് റേഡിയോ ആയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് നിശബ്ദമാകുന്ന ആകാശവാണി FM സ്റ്റേഷനുകളുടെ കാര്യത്തിൽ മനുഷ്യർ ആശങ്കപ്പെടുന്നത്. കാസർകോട്ടെ അണങ്കൂരിലെ FM സ്റ്റേഷൻ നിശബ്ദമായി പോകുമോ എന്നതാണ് നാട്ടുകാരുടെ അങ്കലാപ്പ്. ഇവിടെ ഉണ്ടായിരുന്ന ഏക സ്ഥിരം ഉദ്യോഗസ്ഥൻ വിരമിച്ച ഒഴിവിൽ സാങ്കേതിക പരിചയമുള്ള ആരെയും നിയമിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിരമിച്ചത്. സാങ്കേതിക വിഭാഗം ജീവനക്കാരൻ ഉണ്ടെങ്കിൽ മാത്രമേ തുടർച്ചയായ റിലേ പ്രക്ഷേപണം സാധ്യമാകൂ. 15 കിലോമീറ്റർ റേഞ്ച്, 100 വാട്ട് പവറുള്ള ജില്ലയിലെ ഏക FM റിലേ കേന്ദ്രമാണ് ഇത്. തിരുവനന്തപുരം ആകാശവാണി നിലയം പരിപാടികളുടെ സഹപ്രക്ഷേപണമാണ് ഇവിടെ നടക്കുന്നത്. 1989 അണങ്കൂരിൽ 1 ഏക്കർ സ്ഥലത്ത് നാട്ടുകാർ നൽകിയ സ്വന്തം കെട്ടിടത്തിൽ ദൂരദർശൻ റിലേ കേന്ദ്രം ആരംഭിച്ചത്. റേഡിയോ സ്റ്റേഷന് താഴിടരുത് എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ 15 കിലോമീറ്റർ റേഞ്ചിൽ 100 വാട്ട് പവറുള്ള ഒരു കേന്ദ്രം, അതായത് FM കേന്ദ്രം എന്ന് പറയുന്നത്, പ്രക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഈ അണങ്കൂരുള്ള ഈ TV സ്റ്റേഷൻ എന്ന പേരിൽ റോഡുള്ള ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനമാണ്. അപ്പോൾ ഇത് അടച്ചുപൂട്ടാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല. അപ്പോൾ അനുവദിക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 15 വർഷം പഴക്കമുള്ള ട്രാൻസ്മിറ്റർ റിലേ കേന്ദ്രത്തിലെ ഏക സ്ഥിരം ജീവനക്കാരൻ വിരമിച്ചപ്പോൾ മറ്റ് FM നിലയത്തിലെ ജീവനക്കാർക്ക് ചുമതലയും നൽകിയിട്ടില്ല. ഓൺ ഓഫ് സംവിധാനത്തിനു വേണ്ടി മാത്രം ദിവസേന വേതനത്തിൽ ഒരു വിമുക്ത ഭടനെ മാത്രം നിയമിച്ചതിനാൽ സാങ്കേതികമായി അടച്ചുപൂട്ടിയില്ല എന്ന് പറയാം. കണ്ണൂർ അതിർത്തി കടന്നാൽ കളനാടിന് വടക്കോട്ട് കണ്ണൂർ ആകാശവാണി പരിപാടികൾ ലഭിക്കാറില്ല. കാസർഗോഡ് ഇപ്പോൾ കണ്ണൂർ മംഗളൂരു FM പരിപാടികൾ ലഭിക്കുന്നില്ല. എന്തായാലും അണങ്കൂരിലെ FM നിലയം ഇല്ലാതാകരുത് എന്നാവശ്യപ്പെട്ട് നിവേദനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. കാസർഗോഡ് അണങ്കൂരിലുള്ള ഈ ആകാശവാണി പ്രക്ഷേപണ കേന്ദ്രം കാസർഗോഡുകാരുടെ ഒരു വൈകാരിക ഇടം കൂടിയാണ്. ഒരു കാലത്ത് അവർക്ക് വിനോദവും വിജ്ഞാനവും ഒക്കെ പകർന്നു നൽകിയ ഒരിടം, അത് അടച്ചുപൂട്ടപ്പെടുന്നത് അവർക്ക് അംഗീകരിക്കാനാവില്ല. കാസർഗോഡ് അണങ്കൂരിൽ നിന്നും ക്യാമറമാൻ അഭിഷേക് സുരേഷിനോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.